നമ്മൾ പിന്നെ മാക്സിമം നല്ല വണ്ടികൾ വരും, ലാഭം മാത്രം നോക്കിയാൽ കുറച്ച് യൂസ് ചെയ്യാന്നുള്ളതില് അങ്ങനെ യൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 സിംഗിൾ ഓണർ HR രജിസ്ട്രേഷൻ. ഇപ്പോ ഓൺലൈനിൽ എന്തോ ഒരു വിഷയമുള്ളതിനെ കൊണ്ട് 2019 മുമ്പുള്ള വണ്ടിക്ക് RC ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഡിജിറ്റൽ RC ആക്കുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ ഇതിന് മുമ്പല്ലാത്ത അതേ പ്രശ്നം തന്നെ അവിടെ ഉണ്ട്. അടുത്ത ഒരു ബ്ലാക്ക് ക്രിസ്റ്റ KL 76 റീ ആയി കഴിഞ്ഞ വാഹനം, ഫാൻസി നമ്പറാണ്, സെറ്റ് ഓട്ടോമാറ്റിക് ആണ്, ബ്ലാക്ക് കളറാണ്. അടുത്ത നമ്മള് 3 വാഹനം ഒറ്റ ഫ്രെയിമിൽ കാണിച്ചു തരാം അല്ലേ. ആദ്യം ഒരു എറ്റിയോസ് ഹരിയാന രജിസ്ട്രേഷൻ വാഹനമാണ്. അത് ഹരിയാന 10 അല്ലേ രജിസ്ട്രേഷൻ? അതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 ഫുൾ ഓപ്ഷൻ വണ്ടി, ഡീസൽ, ഡൽഹി രജിസ്ട്രേഷൻ ആണ്. ഇത് എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 2 വീൽ ഓട്ടോമാറ്റിക്, വെറും 82,000 കിലോമീറ്റർ, കമ്പനി സർവീസ്, ഒരു റീപ്ലേസും ഇല്ല. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ ഇതുവരെ പരിചയപ്പെടുത്താത്ത പുതിയൊരു ഡീലറിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്. റോയൽ വീൽസിൽ സ്വാഗതം. പേരെന്താ? സിദ്ദീഖ്. എൻ്റെ പേര് ബാവ. കുറെ വർഷം നിങ്ങളെ വീഡിയോ കുറെ വർഷമായി കാണുന്നുണ്ട്. നിങ്ങൾ ഇവിടെ എത്തിപ്പെടാത്താണ്. അതെ, അടുത്താണ്, സ്ഥലം കൊണ്ട് അടുത്താണ്. ഓക്കെ, 6 വർഷമായിട്ട് വീഡിയോ തന്നെ അറിയാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഫീൽഡിൽ ഇപ്പൊ എത്ര വർഷമായി? 10 വർഷത്തിനാണ്. ഓക്കെ, ഇവിടെ തന്നെ ഷോറൂം തുടങ്ങുന്നുണ്ട് അല്ലേ? ഷോറൂം ആദ്യം ചെറിയ ഓക്കെ, 19 വണ്ടി കൊള്ളുന്ന രൂപത്തില് വലിയൊരു ഷോറൂം തുടങ്ങുന്നത്. കോഴിക്കോട് നരിക്കുനിയാണ് ലൊക്കേഷൻ വരുന്നത്. ഇത് ഒരു ഗ്രൗണ്ടിൽ ഇപ്പൊ ഏകദേശം ഒരു 10-35 വണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നും വരുന്നുണ്ട്. ഓക്കെ, ഇത് മൊത്തം സ്റ്റോക്ക് നമ്മൾ എന്തായാലും റീൽസിൽ നിങ്ങളെ കാണിച്ചു തരും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളൊരു 10-15 വണ്ടി ഏകദേശം നിങ്ങളെ പരിചയപ്പെടുത്തണം അല്ലെ. ഇതിൽ തന്നെ ക്രിസ്റ്റ, ഫോർച്യൂണർ എല്ലാം ഉണ്ട്. ചെറിയ വണ്ടി, ബ്രസ, അങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെക്ക് ചെയ്ത്? കമ്പനി സർവീസുള്ള വണ്ടികളാണ് കൂടുതലുള്ളത്. എല്ലാ വണ്ടിയും സർവീസുള്ള വണ്ടി, പ്രോപ്പർ സർവീസ് ഉണ്ടാവും. അതെ, ചെറിയ മൈനർ ആയിട്ടുള്ള വിഷയങ്ങൾ എല്ലാ വണ്ടിക്കും ഉണ്ടാവും പോലെ. ഒരു ദിവസം നമുക്ക് കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള ടൈം നമ്മൾ കൊടുക്കണ്ട. ആർക്കായാലും ഒരു വണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അവർക്ക് വിട്ടുകൊടുക്കാണ്. കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, ആരെ ഏത് വിദഗ്ധന്മാരെ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രേക്ഷകർക്ക് ഇവർ എന്തായാലും പരിചയം ഉണ്ടാവും, വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് ഡൽഹി വണ്ടികളാണുള്ളത്. ഡൽഹി വണ്ടി തന്നെയാണ്. നമുക്ക് ഫുള്ള് അവർക്ക് ഡൽഹി അവിടെ പോയി പറ്റിക്കുമ്പോൾ ആ വിഷയങ്ങളും ഇവിടെ വരില്ല. ഓക്കെ, ഇവിടെ ഫുള്ള് വണ്ടി ചെക്ക് ചെയ്യുക, അവർക്ക് മെക്കാനിക്കിൽ കൊണ്ടുപോകാം, വർക്ക്ഷോപ്പ് കൊണ്ടുപോകാം, ടൊയോട്ടയെ കൊണ്ടുപോകാം, ഫുള്ള് ഒരു ദിവസം ചെക്ക് ചെയ്യുക. അവർ എന്തെങ്കിലും വിഷയം ഉണ്ട്, അവർ അഡ്വാൻസ് വന്ന പൈസ തിരിച്ച് അങ്ങനെ തന്നെ അവിടെ കൊടുക്കും. ആ ചെലവായ പൈസ ഉണ്ട്, മെക്കാനിക്കിൽ കൊണ്ടുപോകുന്ന ആ ചെലവ് മാത്രമേ അവർക്കുണ്ടാവും, വേറെ ചെലവുകളൊന്നും ഉണ്ടാവില്ല. അതെ, അപ്പൊ എന്തായാലും അത്രയും വാഹനങ്ങളുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. വീഡിയോയിലേക്ക് വിലക്കാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ആദ്യ വാഹനം ഒരു ക്രിസ്റ്റയാണ്, HR രജിസ്ട്രേഷൻ ആണ് അല്ലേ? ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 G മാനുവല് സിംഗിൾ ഓണർ വണ്ടി, റീപ്ലേസും കാര്യമൊന്നുമില്ല, 230 ഓടിക്കുന്നത്. ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് 1350 കൊടുക്കാം. 2019 G4 മാനുവല് നമ്പർ ആക്കിയിട്ട് 1350, NOC 1150 കൊടുക്കാം. 11.5 NOC കിട്ടും. 1350 നമ്പർ ആക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വാഹനം. ഇത് പെട്ടെന്ന് ഓണർ പെട്ടെന്ന് NOC എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതുകൊണ്ടാണ് മാറിയത് അല്ലേ? ഓക്കെ, ജസ്റ്റ് അപ്പൊ യൂസ് ചെയ്ത ആള് സിംഗിൾ ആയിരിക്കും അല്ലേ? സിംഗിൾ ഓണർ തന്നെ. ഇവിടേക്ക് സെക്കൻഡിലേക്ക് മാറുന്നേ ഉള്ളൂ. ഓക്കെ, വേറെ വർക്കൊന്നുമില്ല. ഓട്ടം എന്ന് വെച്ചാൽ ടൊയോട്ടയെ സംബന്ധിച്ച് അതൊരു വിഷയമുള്ള കാര്യമില്ല. നമ്മള് പ്രത്യേകിച്ച് നമ്മള് ഫുള്ള് കമ്പനി ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ വേറെ കാര്യം, ഇപ്പൊ ഡൽഹിയിൽ പോയിട്ട് പലരും പറ്റിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഡൽഹിയിൽ ഇപ്പൊ 3-4 മലയാളികള്, അപ്പൊ നിങ്ങൾ യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ കാണാം, അതിന് 300 ചില ആളുകളെ കംപ്ലൈന്റ് കൊടുത്ത് പരാതി കൊടുത്തു. ഇപ്പോ ഞങ്ങൾ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞു. ഒരാൾ കൊടുത്തപ്പോഴാണ് ബാക്കി എല്ലാവർക്കും ധൈര്യം വന്നിട്ട്. അല്ല, ആ സമയത്ത് പലരും എന്ന് വെച്ചാൽ ഡൽഹിയിൽ വില കുറച്ച് കിട്ടുന്നുണ്ട്, 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഫോർച്യൂണർ ക്രിസ്റ്റയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് അവര് റെഡി കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അഡ്വാൻസ് DPK ചെയ്യുന്നത്, ഫസ്റ്റ് ചെയ്യുന്നത് 10,000-25,000 അഡ്വാൻസ് കൊടുത്താല് പിന്നെ അവർ അവിടെ പോയിട്ട് നോക്കുമ്പോൾ വണ്ടി പറഞ്ഞ വണ്ടി ആയിരിക്കില്ല, അപ്പൊ അഡ്വാൻസ് റിട്ടേൺ കിട്ടൂല. അവിടെ പോയി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. അപ്പൊ ഇവര് മലയാളികൾ മാറി നിന്നിട്ട് പിന്നെ ബാക്കിയുള്ള ആളുകളാണ് ഇന്ത്യക്കാരെ മുമ്പോട്ട് ഇടുക, അവരവരെ വഴിക്ക് പോയിണ്ടാവും. അപ്പൊ കഴിയുന്ന പ്രത്യേകിച്ച് ഗൾഫുകാരാണ് അതിൽ പറ്റിക്കപ്പെടുന്നത്. അവര് ഇപ്പൊ 2-ാം തീയതി വരാന്ന് പറയുന്നത് 1-ാം തീയതിയോ 30-ാം തീയതി ആയിരിക്കും അഡ്വാൻസ് കൊടുക്കുക, വണ്ടി ബാംഗ്ലൂർ എത്തിക്കുക അറിയുമ്പോൾ. ചില ഇപ്പം അതിന് ശേഷം വേറെ വന്നിരുന്നു, വണ്ടി മാറ്റിയിട്ട് വീഡിയോ കാണുന്ന വണ്ടി ആയിരിക്കില്ല ബാംഗ്ലൂർ എത്തുന്നത്. അതൊക്കെ കഴിയുന്നതും വണ്ടി നോക്കി ഒരാളൊരു വണ്ടി എടുക്കാൻ തന്നെ അവരെ ഒരു 10-20
വർഷത്തെ ഒരു ആഗ്രഹമായിരിക്കും. തീർച്ചയായും. അപ്പൊ ആ വണ്ടി അവർ കറക്റ്റ് കണ്ടതിന് ശേഷം എടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് തന്നെ എടുക്കാൻ ഞാൻ പറയുന്നില്ല. വണ്ടി നോക്കിയതിന് ശേഷം നമ്മളെന്ന് പറയുന്നത് നമ്മൾ ഫുള്ള് കമ്പനി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് മെക്കാനിക്ക് കൊണ്ട് വണ്ടി കൊണ്ട് അതായത് കാണാതെ നേരിട്ട് പരിചയമുള്ള ആവശ്യമില്ല. പ്രത്യേകിച്ച് പറ്റിക്കുന്നത് മലയാളികൾ കേരളത്തിൽ തന്നെ ഒരുപാട് ഡീലർമാരുണ്ട്, ഇവിടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീലർമാരുണ്ട്. നമ്മൾ ലൈസൻസും കാര്യമെല്ലാം ഉള്ളതാണ്. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കൊടുക്കുന്ന ഡയറക്റ്റ് നമ്മളെ കൂടെ വന്നാലല്ലേ നമ്മളെ പാർട്ടീസ് വരുന്നത്. ഇതിപ്പോ ഒരു പാർട്ടി വന്നാണ് ഇപ്പൊ ക്യാമറ തിരിക്കാൻ പിന്നെ നമ്മൾ ആളെ വിട്ട് കൊടുക്കും. നമ്മളെ പർച്ചേസിങ്ങിന് പോകുമ്പോൾ നമ്മളെ കൂടെ വരവാണെങ്കിൽ അപ്പൊ അതിന് ചെറിയൊരു കമ്മീഷൻ നമ്മളെ ചെലവാകുന്ന നേരിട്ട് ആ ഒരു പൈസ മുടക്കുകയാണല്ലോ. ഇവിടെ ആകുമ്പോ ചെറിയൊരു ലാഭത്തിന് ചെറിയൊരു വിഹിതം, അല്ല ഓവർ ലാഭം ഒന്നും എടുക്കുന്നില്ല. എത്രയും വണ്ടി ഉണ്ട്, ഇതെല്ലാം സെയിലാക്കേണ്ട വണ്ടിയാണ്. 34-36 വണ്ടികളുണ്ട്. അപ്പൊ കഴിയുന്ന ഡൽഹി പോകുമ്പോ ഒന്നെങ്കിൽ പരിചയക്കാർ പോവുക, ഈ കരോൾ ഭാഗം എന്നുള്ള ഭാഗം ഒഴിവാക്കി പിടിക്കുക, കുറച്ച് ദൂരോട്ട് പോവുക, അതാണ് അതിൻ്റെ ഇത്. ഓക്കെ. അപ്പോ അത്രേ ഉള്ളൂ. ഇത് 2019 G4 മാനുവൽ 11.5 ലക്ഷത്തിന് NOCയിൽ ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഈ റൈറ്റിന് അവർ നോക്കിക്കോട്ടെ. ഡൽഹിയിലുള്ള കുറെ മലയാളീസ് ഉണ്ടല്ലോ, അവരെ റൈറ്റ് 2019 റീപ്ലേസ് ഇല്ലാത്ത സിംഗിൾ ഓണർ വണ്ടി 11.50 കിട്ടുമല്ലോ, താഴെ കമന്റ് ചെയ്തോട്ടെ. അല്ല അവര് വാങ്ങിയവർ പറയട്ടെ അതിൻ്റെ ഇത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്രിസ്റ്റ ആണ്. അഡീഷണൽ നല്ല അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന വണ്ടിയാണല്ലേ. ഇത് എവിടെയെങ്കിലും NOC എടുത്തോ? ഇല്ല, എടുത്തില്ല. 2018 G മാനുവൽ 92,000 കിലോമീറ്റർ ഓടിയ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. 92,000. നേരത്തെ കണ്ട 19, ഇത് 18, പക്ഷെ ലോ കിലോമീറ്റർ ആണ്. 10,90 കൊടുക്കുക NOCയില്. ഓക്കെ, 10,90,000 രൂപയ്ക്ക് NOC കൊടുക്കും നമുക്ക്. NOC പ്രൈസ്. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്ര കാണും? മാറാൻ 1.35, 1.40 ഏകദേശം റേറ്റ് വരും. 1.40 അടുത്ത് 1.35 കിട്ടിയാൽ മതി. 1.35 വേണ്ട, ഇങ്ങോട്ടേക്ക് മാറുകയും ചെയ്യാം. 10,80,000 രൂപയ്ക്ക് 2018 92,000 കിലോമീറ്റർ ഓടിയ G+. G തന്നെ. അതെ, ക്രൂസ് സ്റ്റാരിംഗ് കൺട്രോൾ ഒക്കെ ചെയ്ത് വെച്ച് കുറെ അഡീഷണൽ ചെയ്ത് വെച്ചാണ്. അലവിലൊക്കെ മാറ്റിയതാണ്. ഡാഷ്ബോർഡും കവറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്, സീറ്റൊക്കെ മാറ്റിയിരിക്കുന്നത്. ഒരു പ്രീമിയം ലുക്കിലേക്ക് മാറ്റിയാണ് നമുക്ക് ഇന്റീരിയർ കാട്ടി കൊടുക്കുക. പ്രശ്നം കസ്റ്റമർ വിളിച്ചാൽ മതി, നമുക്ക് ബാക്കി ഫോട്ടോ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അല്ല, നമ്മളെ കാറ്റലോഗിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എങ്ങോട്ടും NOC കിട്ടിയിട്ടില്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലേക്ക് പെട്ടെന്ന് തന്നെ ഈ വണ്ടി മാറാൻ പറ്റും. മാറിക്കഴിഞ്ഞാൽ ലോണിന്റെ അറേഞ്ച്മെന്റ് ലോൺ നമ്പർ ആയിട്ടേ കിട്ടൂ. നമുക്ക് 90% പൈസ തരണം വണ്ടി എടുക്കുമ്പോൾ. പിന്നെ നമ്പർ ആയ നമ്മൾ NOC കൊടുക്കുമ്പോൾ ബാക്കി പൈസ തരിക. അതാണ് കണ്ടീഷൻ. നമ്പർ ആയ വണ്ടിക്ക് ലോൺ കിട്ടും. നമ്പർ ആയ സെറ്റ് ഓട്ടോമാറ്റിക് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്, അതൊക്കെ ലോൺ കിട്ടും. ഒറിജിനൽ കേരള വണ്ടി ഉണ്ട്, നമ്പർ ആയ വണ്ടി, എനിക്ക് ലോൺ കിട്ടും. ഇത് തൽക്കാലം ഒരു മാസത്തേക്ക് തന്നെ ഒരു പൈസ പോലെ അറേഞ്ച് ചെയ്യണം. പിന്നെ NOC വന്ന് RC കിട്ടി ലോൺ എടുക്കുമ്പോഴേക്ക് ഒരു മാസം എന്തായാലും എടുക്കും. ഇപ്പം കുറച്ച് ഡിലേ ഉണ്ട്, NOC കുറച്ച് ഡിലേ ഉണ്ടാകും. ഈ HR രജിസ്ട്രേഷൻ ഇപ്പോ ഓൺലൈനിൽ എന്തോ ഒരു വിഷയമുള്ളതിനെ കൊണ്ട് 2019 മുമ്പുള്ള വണ്ടിക്ക് RC ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഡിജിറ്റൽ RC ആക്കുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ ഇതിന് മുമ്പല്ലാത്ത അതേ പ്രശ്നം തന്നെ അവിടെയുണ്ട്. കാർഡ് കിട്ടാത്ത പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇപ്പോ ഡിലേ. അതേ സമയം ഇന്നലെ 3 NOC വരികയും ചെയ്തിരിക്കുന്നത്. ബാക്കി HP ഒന്നും ഇല്ല, അതൊന്നും വലിയ വിഷയമല്ല. ഇതിന്റെ വിഷയമല്ല, HR-ലാണ് ഈ പ്രശ്നം വരുന്നത്. അത് HR 26 കാര്യമായിട്ട്. ഗുഡ്ഗാവ് രജിസ്ട്രേഷൻ ആണ് മെയിനായിട്ട് ഈ ടൈം വരുന്നത്. അപ്പൊ 2018 G 92,000 കിലോമീറ്റർ ഓടിയ വണ്ടി NOCയിൽ 10.80 ഉണ്ടാവും. 1.35 മാറാൻ കാണും. അടുത്ത വണ്ടി ഫിക്സ്ഡ് റേറ്റ് ആട്ടോ. ഫിക്സ്ഡ് ആണല്ലേ. അടുത്തത് ഇന്നോവ ഹൈക്രോസ് ആണ്. ഞാൻ ഇതുവരെ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഞാൻ കാണിച്ചിട്ടില്ല. ഇതുവരെ കണ്ടില്ല, ഞാൻ കാണിച്ചില്ല. ഓക്കെ, ഇത് HR രജിസ്ട്രേഷനിൽ കിടക്കാണ്. ഇതൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ടോ ഹൈക്രോസ്? ചെയ്തിട്ടുണ്ടല്ലേ. നമ്മൾ പിന്നെ മാക്സിമം നല്ല വണ്ടികൾ വരും, ലാഭം മാത്രം നോക്കിയാൽ കുറച്ച് യൂസ് ചെയ്യാന്നുള്ളതിൽ അങ്ങനെ യൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 സിംഗിൾ ഓണർ 79,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി. റീപ്ലേസും കാര്യമൊന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണ്ട് ഡിക്കി എല്ലാം ഒറിജിനൽ. VX ഓപ്ഷൻ ഹൈബ്രിഡ്, ഫുൾ ഹൈബ്രിഡ് വണ്ടി. 21-22 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഫുൾ ഹൈബ്രിഡ് ആയതുകൊണ്ടാണ് അത്രയും മൈലേജ് കിട്ടുന്നത് അല്ലേ. 23 മോഡൽ. അതെ, 23,30 കൊടുക്കുക. 23,30,000. ഇത് ഇപ്പൊ വാറണ്ടി തന്നെ ആയിരിക്കും കമ്പനി വാറണ്ടിയിൽ ആ സാധ്യത നോക്കണം. 23 അല്ലേ, 25 വർഷത്തേക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. 3 വർഷം എന്തായാലും ഉണ്ടാവില്ല, അവിടെ കൊടുക്കണ്ടല്ലോ. അപ്പൊ കമ്പനി വാറണ്ടി തന്നെ ആയിരിക്കും ചാൻസ് ഉണ്ടാവുക. ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാം. ബ്ലാക്ക് കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ്, അപ്പോഴത്തെ ഏറ്റവും നല്ല ട്രെൻഡിങ് കളറാണ്. 23.5 അല്ലേ പറഞ്ഞത്? 23,30 NOC കൊടുക്കാം. VX ഓപ്ഷനിൽ അല്ലേ. NOCയിൽ 23,30. ഇങ്ങോട്ടേക്ക് മാറാൻ എത്ര വേണ്ടി വരും? മാറാൻ 4 ലക്ഷം രൂപ കാണാൻ സാധ്യത ഉണ്ട്.
4 ലക്ഷം ഏകദേശം കാണേണ്ടി വരും. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് 2 എടുത്തൊന്നും ഇതുവരെ നമ്പർ ആക്കിയിട്ടില്ല. NOC തന്നെ കിടക്കുകയാണ്, നമ്പറിന് കൊടുത്തിട്ടേ ഉള്ളൂ. ഇതിപ്പോ HR ആണ് രജിസ്ട്രേഷൻ. നേരത്തെ പറഞ്ഞൊരു പ്രശ്നം ചിലപ്പോൾ ഇതിനും ഡിലേ ചെറിയ ടൈം എടുക്കുന്നുണ്ട്, ചില പെട്ടെന്ന് കിട്ടും. HR 26 ആണ് മെയിൻ ആയിട്ട്. HR 26 ഗുഡ്ഗാവ് രജിസ്ട്രേഷൻ ആണ് നേരം വൈകുന്ന കാര്യമായിട്ട്. അവിടെ നിന്നായിരിക്കും കൂടുതൽ ഇത് വണ്ടി വണ്ടി അവിടെ ഉള്ളത്, അതുകൊണ്ടായിരിക്കും അത്രയും നിയർമി ഡൽഹി ഇതാണ് കൊണ്ട് ഒരു വിഷയമാണ് അത്. ഓക്കെ, അപ്പൊ 23:30 അല്ലേ? 23:30 നിങ്ങൾക്ക് ഈ ഒരു ഹൈ ക്രോസ് കൊണ്ടുപോകാം. ഇവിടേക്ക് മാറണമെങ്കിൽ ഒരു 3-3.5 കണ്ടി വരും. ഓക്കെ, അടുത്ത വണ്ടിയിൽ 2 ക്രിസ്റ്റ ഉണ്ട്, രണ്ടും V ഓപ്ഷൻ ആണ്. ആദ്യം നമുക്ക് ഈ ഹിമാചലിന്റെ കണ്ടുപോകാം അല്ലെ? എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 V മാനുവല്. ഓക്കെ, 1,16,12,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി, കമ്പനി സർവീസുള്ള വണ്ടി. ഫ്രണ്ട് ഗ്ലാസ് 2 റീപ്ലേസ് ഉണ്ട്. അത് ഒരു ഇതെല്ലാ വണ്ടിക്കും ഡൽഹി വണ്ടിക്ക് ഉണ്ടാവുന്നതാണ്, കല്ലടിച്ചതാവുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് നമുക്ക് 14,40 കൊടുക്കാം. 14,40,000 രൂപയ്ക്ക് NOC കൊടുക്കാം. NOC പ്രൈസ് 2018 V ഓപ്ഷൻ 1:30 സംതിങ് ഓടിയുണ്ട്. 12 സംതിങ് ഓടിയ വാഹനമാണ്. നിങ്ങൾക്ക് NOCയിൽ കൊണ്ടുപോകാം. വൃത്തിയുള്ള വണ്ടി. ഓക്കെ, വേറെ വർക്കൊന്നുമില്ല അല്ലേ? അഡീഷണൽ അലോയ്സ് ഇതും ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് ഹൈക്രോസിന്റെ അലോയ് കിട്ടുന്നത്. ഹൈക്രോസിന്റെ അലോയ് ആണ്. ഓക്കെ ഓക്കെ. ടയറും കാര്യം, ഫ്രണ്ട് 2 പുതിയ ടയറാണ്. പുറകിലെ ആവറേജ് ആണ്. അടുത്ത നമുക്ക് ഇതിലേക്ക് വരാം. ഇതും V ഓപ്ഷൻ തന്നെയാണ്. 2016 V സിംഗിൾ ഓണർ വണ്ടി, വെറും 82,000 കിലോമീറ്റർ ഓടിയ വണ്ടി. വളരെ ലോ കിലോമീറ്റർ ആണ്. വളരെ ലോ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളും, നല്ല വൃത്തിയുള്ള വണ്ടി. ടയർക്ക് അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് 13,40 കൊടുക്കാം. NOCയിൽ 13,40,000 രൂപയ്ക്ക് 2016 V ഓപ്ഷൻ സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ വണ്ടി. ഇത് മാറണമെങ്കിൽ എത്ര കാണ്ടി വരും? ഇത് മാറാൻ നമുക്ക് ഒരു 1,60, 1,55, 1,60 കാണ്ടി വരും. അത് മാറണമെങ്കിൽ 2018 അത് അതിലേക്ക് ഒരു 10-15 അധികം വരുന്നുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു റേറ്റ് ആട്ടോ പറയുന്നത്. ചെറിയൊരു മാറ്റം കൂടാനൊക്കെ സാധ്യതയുണ്ട്, ചെറിയ മാറ്റം. ഓക്കെ, ഇതിനും NOC എവിടെ എടുത്തിട്ടില്ലല്ലോ? NOC എടുത്തില്ല, രണ്ടിനും അല്ല. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ വീണ്ടും 2 വെച്ചു നമ്മൾ. Z ഓട്ടോമാറ്റിക് ആണ്, രണ്ടും വൈറ്റ് കളറ്. ഇതെങ്ങനെയാ ഡീറ്റെയിൽ? ഫസ്റ്റ് വണ്ടി ഇത് 2017 Z ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി, 1,70,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്, ബാക്കി ഒന്നും മാറിയിട്ടില്ലല്ലോ? ഒന്നും മാറില്ല. Z ഓട്ടോമാറ്റിക് 2017 1.7 ഓടിയിട്ടുണ്ട്. അതെ, വേൾഡ് വൈറ്റ് ആണ്, നല്ല വൃത്തിയുള്ള ഇന്റീരിയർ, ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയുള്ള വണ്ടി. ഓക്കെ ഓക്കെ. നമ്മൾ 14,90 കൊടുക്കാം NOCയിൽ. അതെ, ഇങ്ങോട്ടേക്ക് മാറുന്ന എത്ര വേണ്ടി വരും? ഇത് മാറാൻ 2017 2.25 ഏകദേശം റേറ്റ് വരും. 2.25 ഏകദേശം. ഓക്കെ, 14,90 അല്ലേ? 14,90. ഇപ്പൊ NOC പ്രൈസിന് നിങ്ങൾക്ക് കിട്ടും 2.25 സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കാം. ഓക്കെ, 1.70 ഓട്ടം, Z ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ മോഡൽ വണ്ടി വാഹനമാണ്. ഓക്കെ, ഹൈ ക്വാളിറ്റി വണ്ടി, നല്ല വൃത്തി. ഈ 1.72 ഓടിയെങ്കിൽ 72,000 ഓടിയ വണ്ടിന്റെ അതേ ഫീലാണ് വണ്ടിക്കുള്ളത്. അത് കാരണം എന്ന് വെച്ചാൽ കമ്പനി സർവീസുള്ള വണ്ടി ആയതുകൊണ്ട് ഈ 34-36 വണ്ടിയും ഫുള്ള് സർവീസുള്ള വണ്ടി, എല്ലാ വണ്ടിയും. അതിൽ ഒരു വണ്ടി സർവീസ് ഇല്ലാത്ത വണ്ടിയാണ്. ഇതിലും NOC എവിടെ എടുത്തിട്ടില്ലല്ലോ? NOC എടുത്തില്ല. NOC ഒന്നെങ്കിൽ നമ്മള് കസ്റ്റമർ അവിടെ പ്രശ്നം ഉണ്ടാക്കുമ്പോ ഓണർമാര് പെട്ടെന്ന് എടുക്കാൻ പറയും. പിന്നെ അതായിരിക്കും കൂടുതലും ചെയ്യല്. നമുക്ക് കൂടുതൽ കമ്പനി വണ്ടികൾ കിട്ടും, 5-8 വണ്ടി ഒരുമിച്ച് കിട്ടും. അതൊക്കെ അവർ പെട്ടെന്ന് NOC എടുക്കാൻ പറയും. 8 വണ്ടി, കഴിഞ്ഞ പ്രാവശ്യം 12 ക്രിസ്റ്റ വൈറ്റ് കളർ മാത്രം കിട്ടും, കമ്പനിന്റെ വണ്ടിയായിരുന്നു, ഒരു ഹോസ്പിറ്റലിന്റെ വണ്ടിയായിരുന്നു. അതൊക്കെ നമുക്ക് പെട്ടെന്ന് NOC എടുത്ത് വണ്ടി തരും. ഇതിലേക്ക് വരാം. ഇത് 2017-18 Z ഓട്ടോമാറ്റിക്, ഒരു 82,000 കിലോമീറ്റർ. അതെ, കമ്പനി സർവീസിന് ഇത് ഒരു റീപ്ലേസും ഇല്ല. അതിന് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ടായി, ഇതിനൊന്നും ഒരു റീപ്ലേസും ഇല്ല. ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണ്ട് ഇടിക്കുക എല്ലാം ഒറിജിനൽ. ഇത് നമുക്ക് 16-20 കൊടുക്കാം, പ്രശ്നമില്ല. 16,20,000 2018 പറഞ്ഞത്. അതെ, ഇത് പുതിയ 4 ടയർ ഉണ്ട്. 17-18 രജിസ്ട്രേഷൻ, 17 മോഡൽ 18 രജിസ്ട്രേഷൻ. അതെ, മറ്റേ 17 മാത്രമാണ്. അതെ അതെ അതെ. പുതിയ 4 ടയർ ഉണ്ട്, ബാക്കി ഇതും ടയറും കുഴപ്പമില്ല, നല്ല ടയർ കുഴപ്പമില്ല. ഇത് പുതിയ ടയറാണ്. ഇതിന് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഗ്ലാസ് ഒരു റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനൽ, നീറ്റ് ആൻഡ് ക്ലീൻ, ലോ കിലോമീറ്റർ വണ്ടി. ആ ഒരു വില വ്യത്യാസമാണ് രണ്ടിലും കാണുന്നത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, ഇതും NOC പ്രൈസ് അല്ല? NOC പ്രൈസ്, എല്ലാം NOC പ്രൈസ്. ഓക്കെ, അതായത് ഇവിടെ ബ്ലാക്ക് വണ്ടി ഉണ്ട്, നമ്പർ ആയ വണ്ടി ഉണ്ട്, അത് നമ്മള് ആ റേറ്റ് നേരെ നമുക്ക് രജിസ്ട്രേഷൻ നേരിട്ട് മാറ്റി കൊടുക്കാൻ പറ്റും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഒരു ബ്ലാക്ക് ക്രിസ്റ്റ KL 76 റീ ആയി കഴിഞ്ഞ വാഹനം. ഫാൻസി നമ്പറാണ്, Z ഓട്ടോമാറ്റിക് ആണ്, ബ്ലാക്ക് കളറാണ്. പക്ഷെ ചെറിയൊരു ക്ലെയിം ഉണ്ട്. എന്താ സംഭവം? ഒരു ഡോറ് മാറിക്കുന്നത്, പിന്നെ അടിഭാഗം ചെറുങ്ങനെ ഡിവൈഡർ കയറുകയും ചെയ്തിരിക്കുന്നത്.
ഓ ഡിവൈഡർ ഫുള്ള് കമ്പനിയിൽ നിന്ന് മാറിയതാണ്. എല്ലാ പാർട്സും കമ്പനിയിൽ നിന്ന് മാറിയാണ്. ഏകദേശം എത്ര ക്ലെയിം ഉണ്ട്? 2 ലക്ഷം റുപ്യ എന്നാ പറഞ്ഞത്. അത് അവര് കസ്റ്റമർ അവർക്ക് വേണമെങ്കിൽ അവർ നോക്കി ചെക്ക് ചെയ്തെടുക്കാം. പക്ഷെ റൈറ്റിൽ നല്ല മാറ്റമുണ്ട്. നമ്പറായ വണ്ടി 2016-17 സെറ്റ് ഓട്ടോമാറ്റിക് 1,76,000 കിലോമീറ്റർ വണ്ടി നമുക്ക് 15,70 കൊടുക്കാം. നമ്പറായ വണ്ടി 15,70 16 മോഡൽ 17 രജിസ്ട്രേഷൻ സെറ്റ് ഓട്ടോമാറ്റിക് ടോപ്പ് മോഡൽ വണ്ടി ബ്ലാക്ക് കളർ കഴിഞ്ഞു. ഇത് ഇനി ഒന്നും ചെയ്യണ്ട, നിങ്ങൾ 76 ഓടി. അതെ, ഒന്നും ചെയ്യല്ല. നല്ല ടയർ ഭാഗങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഇൻഷൂർ 16 ലക്ഷം IDV. ലോൺ എടുക്കേണ്ടതാണ് ഏകദേശം 95% ലോൺ കിട്ടുന്നതാണ്. ചെറിയ ഡൗൺ പേയ്മെന്റ് കണ്ടാൽ നിങ്ങൾക്ക് ഒരു സെഡ് ചിലപ്പോൾ ഫുൾ ലോൺ തന്നെ കിട്ടും. ഫുൾ ലോൺ അതെ, ഓക്കെ, ഇറക്കി കൊണ്ടുപോകാം അല്ലേ? കേരള 76 കോഴിക്കോട് നന്മണ്ട രജിസ്ട്രേഷൻ വണ്ടിയാണ്. നന്മണ്ട രജിസ്ട്രേഷൻ ഇവിടെ നന്മണ്ടല്ലേ ഓക്കെ. അപ്പോ ലോണില് ഏകദേശം ഫുൾ ലോണിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ ഒരു സെഡ് ഓട്ടോമാറ്റിക് നമ്മൾക്ക് എല്ലാ കളറും ഉണ്ട്. ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, സെഡ് ഗ്രേ ഉണ്ട്, ഗ്രേപ്പ് ഉണ്ട്. കമ്പനി ഇറക്കി എല്ലാ കളർ. ഇപ്പൊ തന്നെ 23 ക്രിസ്റ്റ ഉണ്ടല്ലോ ഇവിടെ ഉണ്ട്. അത്രയും സ്റ്റോക്ക് ഉണ്ട്. ഏറ്റവും കൂടുതൽ ബ്രൗൺസ് സിൽവർ ആണെന്ന് തോന്നുന്നു. സിൽവർ റെഡ് അടക്കം ഉണ്ട് കേട്ടോ. റെഡ് ഇപ്പൊ കാട്ടാ. ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. 2 ഓട്ടോമാറ്റിക്. ഇതും G ആണ്, രണ്ടും ഓപ്ഷൻ. അപ്പൊ രണ്ടും കൂടി പറയാം അല്ലേ? 2019 G+. ഇത് രണ്ടും G+. ഒന്ന് ഗ്രേ കളറാണ്, ഒന്ന് ബ്രൗൺസ് കളറാണ്. ഇതേതാ മോഡല്? ഇത് 2019. ഇത് 65,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. കമ്പനി സർവീസ് സെക്കൻഡ് ഓണർ. ഇത് സെക്കൻഡ് ഓണർ 65,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഒന്നുമില്ല, റീപ്ലേസും കാര്യമൊന്നുമില്ല. നല്ല വണ്ടി. ഇത് 15,30 കൊടുക്കും. 15,30 NOC കൊടുക്കും. ഓട്ടോമാറ്റിക് G+ ഇട്ടോ. കൺട്രോൾ നോ കാര്യമുള്ള വണ്ടിയാണ്. നല്ല ടയർ ഭാഗം ഉണ്ട്. പുതിയ 4 ടയറാണ്. ഇത് 2019 ഡിസംബർ 31. 92,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണർ കമ്പനി സർവീസ്. ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണ്ട് ഇടിക്കുക എല്ലാം ഒറിജിനൽ. ഒന്നും മാറിയിട്ടില്ല. ഇല്ല, ന്യൂ ഷേപ്പ് ആക്കിക്കുന്നത്. ഇൻഷുറൻസ് എക്സ്പയർ ആണ്. പിന്നെ ഇത് നമുക്ക് പറഞ്ഞ അതേ റേറ്റ് 15,30 എന്തും കൊടുക്കാം. സെയിം റേറ്റിന് 2019 ലാസ്റ്റ് വണ്ടി അല്ലേ? രണ്ടും മാറണമെങ്കിൽ എത്ര കണ്ടി വരും? ഇത് മാറാൻ 1,75 1,80 ഓട്ടോമാറ്റിക് വണ്ടി. അപ്പൊ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. ഒന്ന് ഇത് 8 സീറ്റ് ആണ്, ഇത് 7 സീറ്റ് ആണ്. ഇത് സെൻട്രലിലെ ബെഞ്ച് സീറ്റ് ആണ്, മറ്റേ ബക്കറ്റ് സീറ്റ് ആണ്. അടുത്ത വണ്ടിയിലേക്ക് 2 ലെജൻഡറിലേക്ക് കൺവേർട്ട് ചെയ്ത ഫോർച്യൂണർ ഉണ്ട്. ആദ്യം ഈ ഹരിയാന രജിസ്ട്രേഷൻ പരിചയപ്പെടും. ഇത് ഗുഡ്ഗാവാ? അതെ, ഗുഡ്ഗാവ് HR26 ഏറ്റവും കൂടുതൽ വണ്ടി ഇറങ്ങുന്ന അവിടെ. തീർച്ചയായും. ഇത് ലെജൻഡറിലേക്ക് കൺവേർട്ട് ചെയ്താണ്. കിറ്റ് ഫുള്ള് ചെയ്തിട്ടുണ്ടോ? ഫുള്ള് ചെയ്ത് ഇന്റീരിയർ ഒക്കെ ഉണ്ട്. ഇന്റീരിയർ എൽസിന്റെ സ്റ്റാറിംഗ് അല്ലോ LC. അപ്പൊ എല്ലാം കൂടി ഒരു ക്രോസ് സെറ്റും വലിയ സെറ്റും കാര്യങ്ങൾ. സ്ക്രീൻ വലുതാണ്. AC നോവൊക്കെ ഇതിൽ തന്നെ സ്ക്രീനിലാണ് വരുന്നത്. ഒക്കെ മാറ്റിക്കുന്നു. കൺട്രോളൊക്കെ വരിക. 2017 മോഡൽ 1,67,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ഫുള്ള് കമ്പനി സർവീസ്, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ശരിക്കും ഏതാ ഓപ്ഷൻ? ഏതാ 2017 ഓട്ടോമാറ്റിക്? 2 വീൽ ഓട്ടോമാറ്റിക്. ഓക്കെ, 2 വീൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. 21,60 നമുക്ക് കൊടുക്കാം. 21,60,000 NOC. ഇതൊന്നും റേറ്റ് കുറയാനില്ല കേട്ടോ. കാര്യമായിട്ട് ഫൈനലാണ് ഏകദേശം. നമുക്ക് എത്രയും കുറച്ചിട്ട് ഇത് 24-23 പുറത്തൊരു ഷോപ്പുകാർ ചെയ്യുന്നതാണ്. ഡൽഹിയിൽ തന്നെ ഈ വണ്ടി ഞാൻ കണ്ടിരിക്കുന്നത് 22,80 കരോൾ ബാഗിൽ ഒരു മലയാളി ചെയ്ത് കിട്ടുന്നത്. 3 ലക്ഷം ചില കിലോമീറ്റർ ഓടിയ വണ്ടി. പക്ഷെ നമ്മളിത് കറക്റ്റ് കിലോമീറ്റർ എല്ലാം നോക്കിയിട്ട് എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ആ ഒരു വ്യത്യാസം തന്നെയാണ് മാർക്കറ്റിൽ കാണാനുള്ളത്. പലരും കിലോമീറ്റർ നമ്മളെ ചെറിയൊരു മാറ്റത് ഇതെല്ലാം കിലോമീറ്റർ പക്ക കിലോമീറ്റർ ആയിരിക്കും. അവർ എവിടെ ചെക്ക് ചെയ്താലും കറക്റ്റ് ആയിട്ടുള്ള കിലോമീറ്റർ ആയിരിക്കും. പറയുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ മാറ്റം ചിലപ്പോൾ അങ്ങോട്ടും ഉണ്ടായിക്കൊണ്ടായില്ല. ഇത്രയും മെമ്മറി കയറില്ലല്ലോ 10-40 വണ്ടിന്റെ. ചെറിയ മാറ്റങ്ങളാണ്, അല്ല ഒന്നുമില്ല. അപ്പൊ ഇത് മാറണമെങ്കിൽ എത്ര കാണും? ഇത് മാറാൻ നമുക്കൊരു 3,20 3,10 2017 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ലെജൻഡറിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. LCയുടെ സ്ക്രീന് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ AC കാര്യങ്ങളൊക്കെ ടച്ചിലേക്ക് മാറിയിട്ടുണ്ട്. അത്യാവശ്യം ചെയ്തിട്ടുണ്ട് ഫീച്ചേഴ്സ്. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു ബ്ലാക്ക് ബ്യൂട്ടി ഫോർച്യൂണർ തന്നെയാണ് ലെജൻഡറിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടി. ഡൽഹി രജിസ്ട്രേഷൻ ആണ്. ഇത് എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 2 വീൽ ഓട്ടോമാറ്റിക്. വെറും 82,000 കിലോമീറ്റർ. കമ്പനി സർവീസ്, ഒരു റീപ്ലേസും ഇല്ല. ഗ്ലാസ്, ഡോറ്, ബോണ്ട് ഇടിക്കുക എല്ലാം ഒറിജിനല്. സെറ്റ് വരെ ക്ലിയർ ആക്കിയാണ് മാറ്റിയിരിക്കുന്നത്. ലെജൻഡറി കിറ്റ് കയറ്റിയ വണ്ടി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റീരിയർ എല്ലാം കുറെ ചെയ്തിട്ടുണ്ട്. അതെ, അത്ര തന്നെ അല്ലെങ്കിൽ കുറെ ചെയ്താണ്. പുതിയ ടയറാണ്.
ഇൻഷൂർ ആണ്. നമുക്ക് ലോണിന്റെ ആവശ്യക്കാർക്ക് നമ്മൾ ലോൺ ആക്കി കൊടുക്കാം, ചെയ്യാൻ പറ്റും. അതെ. NOC 2350 പ്ലസ് ടാക്സിന്റെ പൈസ ഉണ്ടാവും. എത്ര വരും? അതൊരു പറഞ്ഞ 3.4 സെയിം പറഞ്ഞ പോലെ തന്നെ അല്ലേ? പൈസ ഉണ്ടാവും. 23.5 ലക്ഷത്തിന് NOC കൊണ്ടുപോകാം. 2017 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണറിന് ലെജൻഡറിലേക്ക്. ബ്ലാക്ക് വളരെ കുറവാണ്. നമ്മളത് ബ്ലാക്ക് എല്ലാ ഐക്രോസ് ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പൊ ബ്ലാക്ക് വേണം ആരാധകരുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങോട്ടേക്ക് വരാം. എല്ലാ സെഗ്മെന്റിലും ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. ഇത് ലോണ് ചാൻസ് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ എത്ര വരെ കിട്ടും? ഇത് പാർട്ടി പെട്ടെന്ന് NOC എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് NOC എടുക്കേണ്ട ആവശ്യം കൊണ്ട് അപ്പൊ നമ്പർ ആവൂലേ? നമ്പർ ആകുമ്പോൾ ആ പാർട്ടിന്റെ പേര് തന്നെ എടുത്തു. നമ്മള് കസ്റ്റമറുടെ പേര് നമുക്ക് എടുത്തു കൊടുക്കാം, പ്രശ്നമില്ല. അവരുടെ പേര് തന്നെ എടുത്തു കൊടുക്കാം. എന്നിട്ട് ലോണിന്റെ സൗകര്യം ചെയ്തു കൊടുക്കാം. ഓക്കെ. 2350 പ്ലസ് ടാക്സിന്റെ പൈസ ഉണ്ടാവും. അതെ, ഇങ്ങോട്ടേക്ക് മാറാനുള്ള. അതെ. അടുത്ത നമ്മളെ 3 വാഹനം ഒറ്റ ഫ്രെയിമിൽ കാണിച്ചു തരാം അല്ലേ? ആദ്യം ഒരു എറ്റിയോസ് ഹരിയാന രജിസ്ട്രേഷൻ വാഹനമാണ്. അത് ഹരിയാന 10 ആണ് അല്ലേ രജിസ്ട്രേഷൻ? അതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 ഫുൾ ഓപ്ഷൻ വണ്ടി, ഡീസൽ, എത്തിയോസ് ലിവ, സിംഗിൾ ഓണർ ഉണ്ട്. എറ്റിയോസ് അല്ലേ? ലിവ അല്ല, എറ്റിയോസ്. എത്തിയോസ് ഡിക്കിയുള്ള ടൈപ്പ്. രണ്ട് ഡിക്കിയുള്ള ടൈപ്പ്. രണ്ടും എറ്റിയോസ് ആണ്. ഓക്കേ, ലിവ ഇല്ല, എറ്റിയോസ് ആണ്. അതെ. 1,14,000 കിലോമീറ്റർ കറക്റ്റ് ആണോ നോക്കണം. ഞാൻ നോക്കിയില്ല, ചെറിയ വണ്ടി അങ്ങനെ ചെക്ക് ചെയ്യലൊന്നുമില്ല. എന്നാലും വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെ? മെക്കാനിക്കൽ നല്ല വണ്ടി. ഒരു പണി ടാക്സിക്കാർക്ക് ബാക്കി എല്ലാ ആവശ്യത്തിൽ കൂടെ നമുക്ക് എത്തിയോസ് ഇതും വൈറ്റ് ക്രിസ്റ്റൈ ടാക്സിക്കാരാണ് കൂടുതൽ. രാഷ്ട്രീയക്കാർ നോക്കുന്നുണ്ട്. അപ്പൊ ഇത് ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ കാര്യങ്ങളെല്ലാം വരും. ഇത് ഫുൾ ഓപ്ഷൻ ആണ്. ഇത് അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് 2012. അതിനെത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 560 NOC 2018 ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി. 560 NOC മാറണമെങ്കിൽ ഒരു മാറാൻ 55,000 ഏകദേശം റേറ്റ് ഉണ്ടാവുക. ഓക്കെ. ഇനിതാ ഈ 2012 അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി, 92,000 കിലോമീറ്റർ, റീപ്ലേസും കാര്യം ഒന്നുമില്ല. ഇത് നമുക്ക് ഒരു 390 ഒറിജിനൽ കേരള വണ്ടി. KL 18 രജിസ്ട്രേഷൻ വാഹനം, വടകര രജിസ്ട്രേഷൻ ആണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. അതെ. എത്രയാ? 390. 2012 ഫുൾ ഓപ്ഷൻ 92,000 കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി, ഡീസൽ അല്ല? അതെ. രണ്ടും മൈലേജ് ആണ്. അതുകൊണ്ട് ടാക്സിക്കാർ കൊണ്ടുവന്നത് നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. അത്രയും മൈലേജ് കിട്ടുന്നുണ്ട്. ഇതിന് ഒരു വർക്കും ഇല്ലല്ലോ? വണ്ടിക്ക് ഒരു വർക്കും ഇല്ല. ഒരു വർക്കും ഇല്ല. ചെറിയ ചെറിയ വർക്ക് ഉണ്ടാക്കി നമ്മൾ ചെയ്ത് വെച്ചാണ് ക്ലിയർ ചെയ്ത് കൊടുക്കും. അതെ, ക്ലിയർ ചെയ്താണ്. ഓക്കെ. അടുത്തത് ബ്രസയാണ്. ഇത് ബ്രസ ഹരിയാന രജിസ്ട്രേഷൻ. 2018 ZDI സിംഗിൾ ഓണർ ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. 79,000 കിലോമീറ്റർ ഓടിക്കുന്നത്. 79,000 സർവീസ് കറക്റ്റ് എനിക്ക് അറിയില്ല, ചെക്ക് ചെയ്തില്ല. നമുക്ക് ഈ പെട്ടെന്ന് കിട്ടുന്ന ടയോട്ടൻ വണ്ടിയാ പെട്ടെന്ന് സർവീസ് കിട്ടുക. ബാക്കിയുള്ളത് അങ്ങനെ ചില RC ഒറിജിനൽ വേണമെന്ന് പറയുമ്പോൾ ചെറിയ വണ്ടിയാണ്. വണ്ടി കണ്ടപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. ബോഡിയും ബാക്കിയല്ലോ ഒറിജിനൽ, ഗ്ലാസ് ഡോറ്, ബോണറ്റ് ഡിക്കി എല്ലാം ഒറിജിനൽ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് സർവീസ് ചെയ്തു തരുന്ന ടീമുണ്ട് പുറത്ത്, നിങ്ങളൊന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് അറിയുന്ന ടീമുണ്ട്. അവരെല്ലാം ചെക്ക് ചെയ്ത് എടുത്താൽ മതി, പ്രശ്നമില്ല. ഏത് വണ്ടിയുടെ ബ്രാൻഡ് വേണമെങ്കിൽ അവർ സർവീസ് ഹിസ്റ്ററി എടുത്തു തരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കാം. അതെ. അപ്പൊ ബ്രസ 2017 പറഞ്ഞ മോഡൽ 2018 ZDI മോഡൽ നേരെ താഴെ, പ്ലസിന്റെ നേരെ താഴെ. ഇതിനും 18-20 റേഞ്ച് മൈലേജ്. ഇത് നമുക്ക് 570 കൊടുക്കാം, പ്രശ്നം. ഇത് മാറണമെങ്കിൽ എത്ര കാണ്ടി വരും? ഇത് മാറാൻ ഒരു 55-60 ചോടായിട്ട്. പുതിയ ഇൻഷുറൻസ് ആണ്, ലോണ് നമ്പറായിട്ട് കിട്ടും. ഓക്കെ ഓക്കെ. അപ്പോ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നിലവിൽ ഇതിനൊന്നും NOC എവിടെ എടുത്തില്ല. NOC ഇതിന്റെ നിലവിൽ ഒറിജിനൽ കേരള വണ്ടി ആണല്ലോ. അല്ല, അത് കേരള വണ്ടിയാണ്. ഇത് രണ്ടിന്റെ NOC എടുത്തില്ല. ഓക്കെ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇവരുടെ ഷോറൂം ഇപ്പോൾ വരുന്നുണ്ട് നരിക്കുനി ടൗണിന്റെ അടുത്തായിട്ട്. ഇന്ത്യൻ ഓയിൽ പെട്രോളിന്റെ അടുത്തായിട്ട് വരുന്നത്. ആദ്യം ചെറിയ ഇപ്പൊ 10-50 വണ്ടി കൊള്ളുന്ന രൂപത്തിൽ വലുതാക്കി വിശാലമായിട്ട് ചെയ്തു വെച്ചാണ്. ഉദ്ഘാടനം ഉണ്ടാവും. എല്ലാവരും ക്ഷണിക്കുന്നുണ്ട്. എല്ലാവരും ക്ഷണിക്കുന്നു. ഓഫറും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം കൊടുക്കും. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ഓക്കെ. ലൊക്കേഷൻ പറഞ്ഞു, കോഴിക്കോട് നരിക്കുനി. ഓക്കെ.